channel. Now we are watching Della Official. അപ്പോൾ ഞാൻ ചേട്ടന്മാർ 2-3 മാസങ്ങൾക്ക് മുമ്പ് കൊണ്ടുള്ള ട്രിപ്പ് അതിൻ്റെ വീഡിയോ ആണ് ഇത്. പക്ഷെ ഇടാൻ നല്ല ലേറ്റായിട്ട് പോയി. അതുകൊണ്ടാണ് ഈ ഒരു വോയിസ് ഓവർ ഇതിൽ കൊടുക്കുന്നതാണ്. ഞാൻ നേരത്തെ വിചാരിച്ചായിരുന്നു വോയിസ് ഓവർ കൊടുക്കണം. ഇത് നമ്മളിപ്പോൾ സ്നേഹിക്കുന്ന റൈഡിലാണ് പോകുന്നത്. അപ്പം ഇതൊരു ലോ ക്വാളിറ്റി വീഡിയോ ആയിരിക്കും. കാരണം എനിക്ക് ഇതിൽ പോകുന്നതുകൊണ്ട് മര്യാദയ്ക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ കുറേ റൈഡ്സ് വാട്ടർ റൈഡ്സിൽ എനിക്ക് കയറാൻ പറ്റാത്തതിൽ മാത്രമേ കയറാണ്ടിരുന്നുള്ളൂ. അല്ലാത്ത മിക്കതിലും ഞാൻ കയറി. അതിനൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഫോൾ ലൂപ്പ്, ബൂമറാങ്ക് അങ്ങനത്തെ കുറച്ച് റൈഡ്സ് ഞാൻ കയറിയായിരുന്നു വാട്ടർ റൈഡ്സിൽ. പക്ഷേ എനിക്ക് അതിനൊന്നും എടുക്കാൻ പറ്റിയില്ല. ക്യാമറ ആക്സസ് ചെയ്യാനുള്ള ടൈം പോലും ഇല്ലായിരുന്നു. ബൂമറാങ്കിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല സേഫ്റ്റി കാരണം. അങ്ങനെ എടുത്തില്ല. എൻ്റെ മുന്നിൽ പോകുന്ന എൻ്റെ രണ്ടാമത്തെ ചേട്ടനാണ്, എൻ്റെ ബാക്കിൽ പോകുന്ന എൻ്റെ മൂത്ത ചേട്ടനാണ്, നടുക്ക് ഞാനും പോകുന്നുണ്ട്. ഇവരാണ് എൻ്റെ മൂത്ത ചേട്ടനാണ് എന്നെ ഈ റൈഡിൽ എനിക്ക് താഴെ പോയിട്ട് ഒരു ഫുൾ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ റൈഡിൽ നിന്ന് ബട്ടർഫ്ലൈ ഉണ്ട് പുതിയതായിട്ട്, അതിലേക്ക് നമ്മൾ പോകും. പക്ഷെ അതിൽ ഞാൻ കയറത്തില്ല, എൻ്റെ ചേട്ടന്മാർ മാത്രമേ കയറത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഡിസിഷന് വലിയ വരുന്നതാണ്. അപ്പോൾ ഇത് ഈ വീഡിയോ ഫസ്റ്റ് റൈഡിൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എൻ്റെ ഫീസ് പോലും മര്യാദയ്ക്കുണ്ടോ എന്ന് എനിക്ക് പറയാൻ പാടില്ല. അപ്പം നമ്മൾ ഇനി ബട്ടർഫ്ലൈയിലെത്തി ഞാനിപ്പോൾ പറഞ്ഞ ഹായ്. അപ്പം അവർക്ക് ബട്ടർഫ്ലൈ പുറകെ കാണുന്ന പക്ഷേ ആ ഒരു കളർ ബ്ലൂ ആണ് ഫോൾ ലൂപ്പ് സ്നേക്കിൻ്റെ ഇതിലും. പിന്നെ എനിക്ക് അതിനകത്ത് വണ്ടർ സ്പ്ലാഷിലൊക്കെ പോയി. വേറെ ഞങ്ങൾ പോകുന്ന വിചാരിച്ചു. എൻ്റെ വെയിറ്റ് ഓക്കെ ആണ്, പക്ഷേ അത് ഭയങ്കര തിരക്ക്. അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് അവർ ബട്ടർഫ്ലൈയിൽ സ്നേക്കിൻ്റെ എനിക്ക് പറ്റില്ല. എൻ്റെ അടുത്ത് അപ്പോൾ അതുകൊണ്ട് അവർ അപ്പം ഞാൻ പോയപ്പോഴാണ് അവർ വന്ന് നൈറ്റ് പാർക്ക് അതൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് വണ്ടർ സ്പ്ലാഷിൽ വന്ന വീഡിയോ ഉണ്ട്. പിന്നെ ഉണ്ടല്ലോ നമ്മളിപ്പം രാവിലെ ഫസ്റ്റ് വാട്ടർ റൈഡ്സിൽ കയറാനായിട്ടാണ് ഫസ്റ്റ് തന്നെ. പിന്നെ വാട്ടർ റൈഡ്സിൽ പിന്നെ നൈറ്റ് പാർക്ക്. പിന്നെ ഇപ്പോൾ നേരത്തെ ഞങ്ങൾ പോയ ടൈമിൽ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ അവിടെ ലാൻഡ് റൈഡ്സിൽ ഒക്കെ പോകാമെന്ന് രാവിലത്തെ 2 ടിക്കറ്റ് എടുക്കാം. രാത്രി 6 മണി തൊട്ട് 10 മണി വരെ ലാൻഡ് റൈഡ്സ് നോക്കിയാണ്. അപ്പോൾ ആ ടിക്കറ്റ് എടുത്താൽ നല്ല വൈകുന്നേരത്തേനും രാവിലെ ചെല്ലുമ്പോൾ 1 മണിക്ക് ചെന്നിട്ട് വാട്ടർ റൈഡ്സ് ഞാനിങ്ങനെ കാലിൽ ചുരുക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ തലക്കാട് മുതലേക്ക് വരെ വെള്ളം പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ക്യാമറ മുക്കിയതാണ് കാണുന്നത്, അല്ലാണ്ട് ഞാൻ മുന്നിൽ പോയിട്ടുന്നില്ല കേട്ടോ. എൻ്റെ മുഖം തല വരെയൊക്കെ വെള്ളം വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഫസ്റ്റ് കയറിയ റൈഡ് വണ്ടർ സ്പ്ലാഷ് തന്നെ മുഴുവനായിരുന്നു. ഇപ്പോൾ ഒരു വീഡിയോ വിഷ്വലാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ മുന്നിൽ പോയി ഫുൾ ക്യാമറ മുക്കുന്നതാണ്, താഴെ ഓട്ടോലൈറ്റ് മുക്കുന്നതാണ് കാണുന്നത്. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ലേഡീസിൻ്റെ ഏരിയയിൽ കേവ് പോലല്ലേ അവിടെ ആട്ടോ. എൻ്റെ ബ്രദേഴ്സ് നിൽക്കുന്നത് ഓപ്പോസിറ്റ് സൈഡിൽ. അവർ ഇതിലൊന്നും കാണാൻ പറ്റില്ല. അവിടെ ഈ വീഡിയോ തന്നെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അവരാദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോ തന്നെ വരുന്നത്. പിന്നെ ഞാൻ ഫോണിൻ്റെ കേസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ഡയറക്റ്റ് ഇപ്പുണ്ട്. പിന്നെ മറ്റേത്
ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഇപ്പം ഞാൻ എയർ റേഞ്ചിൻ്റെ അവിടെ എത്തി. അവർ ഇതിൽ കയറാൻ പോകണം. ഇപ്പം നമ്മൾ നൈറ്റാണ്, അപ്പോൾ ഒരു പ്രശ്നമാണ്. പക്ഷെ ആൾക്കാർ കുറവായിരുന്നു, നല്ല ലേറ്റായിട്ടാണ് നമുക്ക് റൈഡ് കൊടുത്ത്. ഞങ്ങൾക്ക് വാൻഡ്രേജ് കുറച്ച് കയറാൻ പറ്റും. അവർ തിരിച്ചു ഞാൻ പറയുന്നത് കയറാൻ പോകുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞു അവരെ എന്നെ വിളിച്ചോളോ, ഞാൻ എല്ലാ ലാൻഡ്രേജും കയറി. ബോട്ട് റൈഡ്സിൽ മിക്കതും ഞാൻ കയറി. എനിക്ക് കയറാൻ പറ്റാത്തതിൽ മാത്രമേ കയറാത്തുള്ളൂ. പക്ഷെ എനിക്ക് ലാൻഡ്രേജ് കുറച്ച് മാത്രമേ ഇഷ്ടമുള്ളൂ, എനിക്ക് പേടിയില്ലാത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിലൊക്കെ മാത്രമേ കയറിയിട്ടുള്ളൂ. നമ്മൾ കയറത്തില്ല, എനിക്ക് പേടിയാണ് സീരിയസ് ആയിട്ട്. ഇതിലെ അവരെവിടെയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഫസ്റ്റ് അവിടെ പോയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ വന്നിരിക്കും. അതാണ് ഇപ്പം സംഭവിച്ചത്. കണ്ടോ ഞാൻ അവിടെ പോയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ പോയിരിക്കും, നിങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു പോകുമ്പോൾ അതായത് ഈ വീഡിയോയുടെ എവിടെയെങ്കിലും ഒരു താമസിക്കുകയാണ്, അത് അവരാണെന്ന് വിചാരിക്കാം. ഈ ഫസ്റ്റ് ദിവസമാണ് ഇത്. ഞാൻ വീഡിയോയ്ക്ക് കിട്ടാൻ വേണ്ടി മാത്രം പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ചെന്നിരിക്കുകയാണ്. അവരെന്തൊക്കെ കോൺവെർസേഷൻ നടത്തുന്നുണ്ട് ഇപ്പോൾ റൈഡ് തുടങ്ങും എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടാവും. ഞാൻ എന്തൊക്കെയോ ഞാൻ പൊട്ടച്ചായം വിളിച്ച് പറയുന്നുണ്ട്. എൻ്റെ ശരിക്കുള്ള ഭാഷ ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനോട് ഇൻക്ലൂഡഡ് അല്ല. എൻ്റെ ശരിക്കുള്ള വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നത്. ഞാൻ മിക്കവാറും ഒരു ലോങ് വീഡിയോ ഇട്ടില്ല. നോർമൽ ഇടുന്ന വീഡിയോയിലേക്ക് കുറച്ചുകൂടി ലോങ് ആയിരിക്കും ഇത്. അപ്പം ഇപ്പോൾ ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ സ്റ്റാർട്ടാവുന്നില്ല, കുറേ സ്റ്റാർട്ട്. അപ്പോൾ ഈ ടൈമിൽ ക്യാറ്റർ പില്ലറിൽ കയറാൻ പോകാൻ അത് ഈ അടുത്ത് തന്നെ വരും. ഞാൻ ഇവരുടെ മാക്സിമം ഇവർ വയ്യാണ്ടായി കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. എൻ്റെ സങ്കടമാണ് പറയാം. പിന്നെ മെയിൻ തിങ് പറ്റുന്നില്ല. അതേ ശരിക്കും അവരവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇത് അതവരാണ്, അതെനിക്ക് മനസ്സിലായി. എപ്പോഴൊക്കെ ഒരു കണ്ടു. പിന്നെ ഇവര് മാക്സിമം ഇതുണ്ടോ ഈ റൗണ്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇതിലവരില്ല, അവർ സ്റ്റിൽ വെയിറ്റിംഗ്. അവരിത് കയറിയിട്ടില്ല. എനിക്കിത് കറക്റ്റ് ആയിട്ടോ, പക്ഷെ ഞാൻ കയറാൻ പറ്റില്ല. അവരവിടെ പക്ഷെ എനിക്ക് ഫസ്റ്റ് സീറ്റ് കിട്ടിയില്ല. മെയിൻ പ്രോബ്ലമാണ്. എനിക്ക് ഫസ്റ്റ് ഒരു സീറ്റേ കിട്ടിയിട്ടില്ല. ഞാൻ ലാസ്റ്റ് അല്ല, സെക്കൻഡ് ലാസ്റ്റാണ് എനിക്ക് സീറ്റ്. മീൻസ് ലാസ്റ്റിൻ്റെ ഫസ്റ്റ് റോയില്ല ഈ സീറ്റ്. നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ഞാൻ കൂടിയിരിക്കുന്നത് എന്തെങ്കിലും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതിൽ പോകുമ്പോൾ തോന്നും ഇതൊന്നും തലയിൽ ഇങ്ങനത്തെ റൈഡ്സിലൊക്കെ പോകുമ്പോൾ ഞാൻ ബോട്ട് റൈഡ്സിലായ എന്തായാലും വിചാരിക്കും ഇതൊന്നും തലയൊക്കെ കിട്ടിയില്ല, സൈറ്റുള്ളവരാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ക്യാറ്റർ പില്ലറാണ്. എൻ്റെ ഏറ്റവും സ്പീഡിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ചിലർക്ക് അതായിരിക്കും, പക്ഷെ എനിക്കതാണ് ഇഷ്ടം. ഞാൻ രാവിലെ ഇരിക്കുമ്പോൾ പോയിട്ടില്ല. ഞാൻ ഇപ്പോഴാണ് നോട്ടീസ് ചെയ്തത്, കാരണം ഞാൻ കാണുന്നില്ല എൻ്റെ ഫേസ്. ഞാൻ ബാക്ക്ഗ്രൗണ്ട് വെച്ചാൽ ഇത് കഴിഞ്ഞിട്ടൊരു സ്പീഡിലൊരു ഫോട്ടോ ഞാനത് കിട്ടാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡായിട്ട് ഇരിക്കുവാണ്. ഞാൻ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതിലിരിക്കുന്നത്. ആ ഒരു ഫീൽ കിട്ടുമ്പോൾ നല്ല രസമാണ്. സ്പീഡ് ഫുള്ള് കാറ്റൊക്കെ കിട്ടും. ഇതാണ് നല്ലൊരു സാറ്റിസ്ഫൈങ് പോലെ. ചിലവർ ഇങ്ങനെ കൈയൊക്കെ വെക്കും, കൈയൊക്കെ നോക്കാൻ സാധ്യതയുണ്ട്.
പിന്നെ ഇനി ഞാൻ അമ്മുക്കുട്ടി ആന സ്പേസ് ഇവിടെ നേരത്തെ അമ്മുക്കുട്ടിയുണ്ട്. ഞാൻ ആ അമ്മൂക്കിൻ്റെ വഴിക്കുള്ള ഒരു വീഡിയോ ആയിട്ടാണ് അവിടുത്തെ അമ്മുക്കുട്ടിയാണ്. ഹലോ അമ്മ. എനിക്ക് അവിടുത്തെ അമ്മൂനെ ഭയങ്കര ഇഷ്ടമാണ്, ക്യൂട്ടാണ് കാണാൻ. അപ്പോൾ ഞാനത് പേടിയായിട്ട് തിരിച്ചൊക്കെ വന്നു. ഇനി അവരുടെ ഇപ്പം ഒരു ധൈര്യമില്ല. തവളെ കയറി എനിക്ക് സെക്കൻഡാണ് സീറ്റ് കിട്ടിയത്. പക്ഷെ ആ ചേട്ടൻ ഇതിലാരും വരുന്നില്ല. 2 റൗണ്ട് കാണും. എനിക്ക് തല കറങ്ങിപ്പോയി. ആൻഡ് ഈ തവളയിൽ ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് കയറുന്നത്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇതിൽ കയറിയത്. ഇത് ഏറ്റവും ടഫ് റൈഡ് ഇതായിട്ട് ഞാൻ മിക്കവാറും പ്രഖ്യാപിക്കും. കാരണം എല്ലാത്തിനേക്കാളും ടഫ് തവള കുഞ്ഞു നമ്മുടെ കുടലും വരെ പുറത്ത് വരും. പിന്നെ ഇനി വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ റോഡ് ടു 50 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊരു 100 സബ്സ്ക്രൈബേഴ്സ് നമ്മളിപ്പോൾ 50 ഞാനിപ്പോൾ നോക്കുന്നത് അവർ റീകോയിൽ റോളർ കോസ്റ്റർ ഇല്ലെന്നാണ്. കാരണം ഞാൻ അവരെ അവിടെ വെച്ചിട്ടാണ് അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ തവളയുടെ അങ്ങോട്ട് പോയത്. അതുകൊണ്ട് എനിക്കറിയാൻ പാടില്ല അവരവിടെ തന്നെ കൊണ്ടുപോയി പോയെന്ന്. പക്ഷെ അവർ അതിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഓടി ഫ്രീ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ ടൈമിൽ തന്നെ ഞാൻ ഈ ഫ്രീ സ്റ്റൈലറിൽ ക്യാമറയുടെ പ്രോബ്ലം അല്ല, എന്തൊരു കുറച്ച് ആൾക്കാരില്ലാത്തതിൻ്റെയോ അങ്ങനെ എന്തോ ഒരു ഇത് കാരണം മറ്റേ കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ആ ടൈമിൽ ഞാൻ ഇതിൻ്റെ അടുത്തുള്ളൊരു ആനയിൽ കയറാൻ കിട്ടില്ല. പക്ഷെ ഞാൻ അത് ഈസിയാന്ന് വിചാരിച്ച് പോയി. നല്ല ഹൈറ്റിൽ പോകുന്നുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും പേടി. എനിക്ക് വോട്ടർ റൈഡ്സിലൊക്കെ പോകാൻ നല്ല ധൈര്യമാണ്. പക്ഷേ ലാൻഡ് റൈഡ്സിൽ ഒട്ടും ധൈര്യമില്ല. ഇതിലവർ ഏറ്റവും ലാസ്റ്റ് ഇരിക്കുന്നത് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്ന അവരെയാണ്. പക്ഷേ ഇതിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവർ ഫുൾ സീറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ട് ഇരുന്നു. അതുകൊണ്ട് ഇവരെ എനിക്ക് കിട്ടിയില്ല. പിന്നെ ഇത് അവർ മറ്റേ ഇതിൽ ഞാൻ അവരോട് പറഞ്ഞു ഫ്രണ്ടിൽ തന്നെ ഇരിക്കാൻ, എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഫ്രണ്ടിലിരുന്നു. പിന്നെ മറ്റേ ഫ്രീ സ്റ്റൈലറിൻ്റെ വീഡിയോ ഇതിൻ്റെ ഇൻട്രൊഡക്ഷനും വഴിയേ വരും എന്നാണ് എൻ്റെ ഒരു ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന എവിടെ മറ്റേ നടുക്കിങ്ങനെ വൈറ്റ് ഷർട്ട് ബ്ലാക്ക് ഇത് ഗ്രീനിലിരിക്കുന്ന മൂത്ത ചേട്ടനാണ്. നടുക്കിരിക്കുന്ന ആരാധന എനിക്കറിയാം. മറ്റേത് എൻ്റെ രണ്ടാമത്തെ ചേട്ടനാണ്. ഇല്ലെങ്ങാണ്ട് 2-3 പേര് ഇത് വോക്കായി. ബാഗിൽ ആൻഡ് ഇത് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ തലയുടെ മുകളിലേ പോകുന്നുണ്ട്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പോകുമ്പോൾ എയർലൈൻസ് പോകുമ്പോൾ എൻ്റെ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. നമ്മൾ തലയുടെ തൊട്ട് മുകളിൽ കൂടെയാണ് ശരിക്കും ഇത് പോകുന്നത്. അപ്പം ഞാൻ ക്യാമറയിൽ നോക്കുന്നത് ഞാൻ അവരെ എനിക്കറിഞ്ഞു ക്യാമറ എവിടെ വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ ഈ സമയത്ത് ഫിഷിന് ഫുഡ് കൊടുക്കാൻ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എനിക്ക് കണ്ടോ ഏറ്റവും നല്ല പോകുന്നത് നൈറ്റ് പാർക്ക് വെരി ബ്യൂട്ടിഫുൾ ഗൈസ്. കാരണം നല്ല രസമാണ് നൈറ്റ് പാർക്ക് കാണാനായിട്ട്. നല്ല ലൈറ്റൊക്കെ ആയിട്ട് പിന്നെ എനിക്ക് പറയാനില്ല. പറയണ്ടേ എന്ന് പിന്നെ ഞങ്ങൾ 10 മണിയായിട്ടുള്ള പിന്നെ ഞങ്ങൾ ചിക്കുവിൽ കയറാൻ മറ്റേ 3D അതിൽ എനിക്ക് കയറാൻ പറ്റില്ല. കാരണം അതിൽ കയറാൻ ചെന്നപ്പോഴത്തേക്കും അത് നിർത്തി. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഷോ തുടങ്ങിയത്. പിന്നെ ഷോ ഇല്ല. പിന്നെ
ഞങ്ങൾ ഏറ്റവും ലാസ്റ്റ് റേസിങ്ങിൽ കയറി, കാർ റേസിങ്ങിൽ. പക്ഷെ അതും എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഞാനത് ഒറ്റയ്ക്കാണ് ഓടിച്ചത്. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. ഇത് തന്നെ കുറേ നേരം ഞാൻ കാണിക്കുന്നുണ്ട് പോകുന്നത്. അത് എനിക്ക് തന്നെ അറിയാം, എനിക്ക് തന്നെ ഇത് കണ്ട് എൻ്റെ മുന്നിൽ പോകുന്നുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരാളും കൂടി. അതെങ്ങനെയാണ് എന്താ എൻ്റെ അടുത്ത്? അപ്പോൾ ഗൈസ് അവരിറങ്ങി വരാം, ഇറങ്ങി വരട്ടെ കേട്ടോ. പൊന്നെ സീന ഞാൻ അവരെ നോക്കണതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ ചെറുതായിട്ടൊന്ന് മറന്നു പോകുന്നു. അയ്യോ മണ്ടയാണല്ലോ, അതാ പോയപ്പോൾ എടുക്കാം. അപ്പോൾ ഗൈസ് ഇനി അടുത്തതിൽ കയറുന്നതായിട്ട് വരാം. തീർന്നു. ഇനി ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നില്ല, മിക്കവാറും എൻ്റെ മറ്റേ വോയിസ് ഇതിലുണ്ടാവും, അത് നിങ്ങൾ കേട്ടോ. ഇപ്പം നമ്മളുള്ളത് സ്കൈറിങ്ങിലാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സ്കൈറിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരം വീഡിയോ എടുക്കുന്നതിൻ്റെ സെക്കൻഡ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ റോഡ് ടു 50 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ 50 ആണെങ്കിലും ഐ ആം വെരി ഹാപ്പി. കാരണം ഞാൻ ഒന്നും ആവത്തില്ല എന്ന് വിചാരിച്ച് തുടങ്ങിയ ചാനൽ 47 സബ്സ്ക്രൈബേഴ്സ് എത്തിയില്ല. ഫോർ ദാറ്റ് ഐ ആം വെരി ഹാപ്പി. ഇനി നമുക്ക് വെറും 3 സബ്സ്ക്രൈബേഴ്സ് മതി, നമുക്ക് 50 സബ്സ്ക്രൈബേഴ്സ് ആവാൻ. 50 സബ്സ്ക്രൈബേഴ്സ് ഉറപ്പായിട്ടും ഞാൻ ലൈവ് ഇടുന്നതായിരിക്കും. അന്ന് ഞാൻ ലൈവ് ഇടും. അന്ന് ഇടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഇടും. ഇത് ഞാൻ നമ്മൾ മറ്റേ സ്കൈറിങ്ങിൻ്റെ അവിടെയുള്ള ഒരു പോർഷനിലെ ഒരു വീഡിയോ ആണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ മറ്റേ എവിടെയാ കാർ റേസിങ്ങിൽ പോയത് കേട്ടോ. സോ സോറി ഗൈസ്, എനിക്ക് കുറച്ച് കഴിയുമ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ടി വരും. സോ ടാറ്റാ.